ഹായ് ഫ്രണ്ട്സ്, 5th സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഫിസിക്സ് പേപ്പറാണ് ഫിസിക്കൽ ഒപ്റ്റിക്സ് ആൻഡ് മോഡേൺ ഒപ്റ്റിക്സ്. അപ്പോൾ ആ പേപ്പർ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻസ്. ചാപ്റ്റർ 1 ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു യാത്ര ചെയ്യണം. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമുക്ക് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് ബി എന്ന് പറയുന്ന പ്ലേസിലേക്ക് നമ്മൾ യാത്ര ചെയ്യണമെന്ന് കരുതുക. നമുക്ക് ഒരുപാട് പാത്തുകളുണ്ട്, ഒരുപാട് പാത്തുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരു പാത്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക ഏത് പാത്തായിരിക്കും? ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയാം അല്ലേ, ഏറ്റവും ചെറിയ ദൂരമുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്താണ് നമ്മൾ ചൂസ് ചെയ്യാന്ന് ഒറ്റയടിക്ക് നമുക്ക് മറുപടി പറയാൻ വേണമെങ്കിൽ. പക്ഷേ ഈ ഷോർട്ടസ്റ്റ് പാത്ത് ഇപ്പോൾ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള കുറേ പാത്തുകൾ കാണിച്ചിട്ടുണ്ട്. സി എന്ന് പറയുന്ന ഒരു പാത്ത് കാണിച്ചിരിക്കുന്നു, ഡി എന്ന് പറയുന്ന ഒരു പാത്ത് കാണിച്ചിരിക്കുന്നു, ഇ എന്ന് പറയുന്ന പാത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷോർട്ടസ്റ്റ് പാത്ത് സി ആണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാം സി എന്ന് പറയുന്ന പാത്താണ് നമ്മൾ ചൂസ് ചെയ്യുക എന്ന് പറയാം. പക്ഷേ ഈ സി എന്ന് പറയുന്ന പാത്തിൽ കുറേ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അവിടെ ഒരു മലയുണ്ട്, അല്ലെങ്കിൽ ഒരു പുഴയുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറെ അപ്പോൾ അത് കൂടെ പോവുകയാണെങ്കിൽ പക്ഷെ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ആ മലയൊക്കെ കയറി മറിഞ്ഞ് നമുക്ക് പോകണം. അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്താണെങ്കിൽ കൂടി അതെന്തല്ല, ലീസ്റ്റ് ടൈം പാത്തല്ല, ഏറ്റവും കുറഞ്ഞ സമയമല്ല അത് എടുക്കുന്നത്, കൂടുതൽ സമയം എടുക്കുന്നു. കാരണം ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന പാത്ത് അല്ലേ. അപ്പോൾ അങ്ങനെ മലയും കുന്നൊന്നും ഇല്ലാത്ത പാത്താണ് ഡി എങ്കിൽ അല്ലേ, ദൂരം കുറച്ച് കൂടുതലാണെങ്കിൽ നമ്മൾ ഏതേ ചൂസ് ചെയ്യുള്ളൂ? ഡി എന്ന് പറയുന്ന പാത്തേ ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്ടസ്റ്റ് പാത്ത്, ലീസ്റ്റ് ടൈം പാത്ത്, ഇത് രണ്ടും രണ്ടാണ്. എല്ലായ്പ്പോഴും ഷോർട്ടസ്റ്റ് പാത്ത് ലീസ്റ്റ് ടൈം പാത്ത് ആയിക്കൊള്ളണം എന്നില്ല. ലീസ്റ്റ് ടൈം പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുന്ന പാത്താണ്. ഓക്കെ, ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വരികയാണെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് ചിലപ്പോൾ എന്താവും, അതുകൂടെ ടൈം കൂടുതലെടുക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പാത്തുകൾ അല്ലേ, എപ്പോഴും ലീസ്റ്റ് ടൈം പാത്തായിരിക്കും. ഓക്കെ, ലീസ്റ്റ് ടൈം പാത്ത് ചൂസ് ചെയ്യുന്നതാണ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. നമ്മളെ പോലെ തന്നെയാണ് ലൈറ്റും. ഓക്കെ, ലൈറ്റും എല്ലായ്പ്പോഴും ലീസ്റ്റ് ടൈം പാത്താണ്. ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് ലൈറ്റിന് സഞ്ചരിക്കണം എന്ന് കരുതുക, ട്രാവൽ ചെയ്യണമെന്ന് കരുതുക. ഒരുപാട് പാത്തുകൾ ഇതേപോലെ അവൈലബിൾ ആണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യാണ്. ഔട്ട് ഓഫ് ഒരുപാട് ഓൾ പോസിബിൾ പാത്ത്സ് ഇറ്റ് ചൂസ് എ പാത്ത് വിച്ച് ടേക്സ് ലീസ്റ്റ് ടൈം. ഓക്കെ, എപ്പോഴും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് ചൂസ് ചെയ്യുന്ന പാത്ത് ലീസ്റ്റ് ടൈം പാത്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റിൻ്റെ കേസ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം one medium to another medium which differ in their optical densities, its path will be bent at the surface of separation. This phenomena is known as refraction. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് മീഡിയത്തിലൂടെ ലൈറ്റ് അല്ലേ അങ്ങനെ ചെരിഞ്ഞ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് ലൈറ്റിൻ്റെ പാത്തിന് ബെൻഡിങ് ഉണ്ടാവുന്നുണ്ട്. ഈ ഫിനോമിനയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിഫ്രാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. എയർ ആണ് മീഡിയം 1, വാട്ടർ ആണ് മീഡിയം 2. എയറിൽ നിന്ന് വാട്ടറിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് ഇതങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കി ആ ലൈറ്റ് ഇതങ്ങനെ നേരെ പോകേണ്ടതാ അല്ലേ. പക്ഷെ എന്ത് ചെയ്യുന്നു? ഈ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് അത് ബെൻഡ് ചെയ്യുന്നു. ഇത് എയർ എന്ന് പറയുന്നത് റെയറർ മീഡിയ ആണ്, വാട്ടർ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയ ആണ്. അപ്പോൾ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഈ റിഫ്രാക്റ്റഡ് റേ നോക്കി മൂവ് ടുവേർഡ്സ് ദ നോർമൽ അല്ലേ, ഇത് നോർമൽ. ഓക്കെ, ആ നോർമലിൻ്റെ അടുത്തേക്ക് ടുവേർഡ്സ് ദ നോർമൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്കറിയാം ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് R, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് I, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് വെൻ ലൈറ്റ് മൂവിങ് ഫ്രം റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. അപ്പോൾ അങ്ങനെ ഒരു റിഫ്രാക്ഷൻ്റെ ഫിഗർ അല്ലേ, ഒരു റിഫ്രാക്ഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഈ ലൈറ്റ് റേ സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ്, അത് എത്തുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ്. അപ്പോൾ നോക്കി എയിൽ നിന്ന് ബിയിലേക്ക് ഇതിന് പല വഴികൾ വേണമെങ്കിൽ ചൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ 2 പാത്തുകൾ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് നോക്കി ഞാൻ ഈ ഡോട്ടഡ് ആയിട്ട് വരച്ചതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത്, ഈ ഡോട്ടഡ് ആയിട്ട് വരച്ചിട്ടുള്ളത്.
അല്ലേ? പക്ഷേ ഇത് പിന്നെ ചൂസ് ചെയ്യുന്ന പാത്ത് ആ ഷോർട്ടസ്റ്റ് പാത്ത് അല്ല. നോക്കി നോക്ക്, ഇത് അതിനേക്കാളും കുറച്ച് ലോങ് ആയിട്ടുള്ള അല്ലേ, ലെങ്തിയർ ആയിട്ടുള്ള ഒരു പാത്താണ് അത് ചൂസ് ചെയ്യുന്നത്. കണ്ടോ അല്ലേ? അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് അല്ല, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് അല്ല ഇവിടെ ലൈറ്റ് റേ ചൂസ് ചെയ്യുന്നത്. പിന്നെയോ മറ്റൊരു പാത്താണ്, ഈ ബെൻഡ് ചെയ്തിട്ടുള്ള പാത്താണ്. ബെൻഡ് ചെയ്തിട്ടുള്ള പാത്ത് സ്വാഭാവികമായിട്ട് ഷോർട്ടസ്റ്റ് ആയിരിക്കില്ല. ഓക്കെ, അതിന് ലെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പാത്ത് ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഈ കാണിച്ചിട്ടുള്ള അല്ലേ, ഈ ലെങ്തിയർ ആയിട്ടുള്ള ഈ പാത്താണ് ഇവിടുത്തെ ലീസ്റ്റ് ടൈം പാത്ത്. ഷോർട്ടസ്റ്റ് പാത്ത് ഇതാണെങ്കിലും ലീസ്റ്റ് ടൈം പാത്ത് ഏതാണ്? ഈ ബെൻഡ് ചെയ്തിട്ടുള്ള ഈ പാത്താണ്. അപ്പോൾ ലൈറ്റ് നോക്കി നോക്കുക, എപ്പോഴും ഇങ്ങനെയാണ്. ലൈറ്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് ഷോർട്ടസ്റ്റ് പാത്ത് ആയിക്കൊള്ളണമെന്നില്ല ചൂസ് ചെയ്യണത്. പക്ഷേ നിർബന്ധമായിട്ടും അത് ഏത് പാത്താണ് ചൂസ് ചെയ്യുക? ലീസ്റ്റ് ടൈം പാത്തായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം നമുക്ക് ഡിഫൈൻ ചെയ്യാം. വെൻ എ ലൈറ്റ് റേ ട്രാവൽസ് ബിറ്റ്വീൻ 2 points P and Q, ഇവിടെ A and B ആണ്, P and Q നമ്മൾ കൊടുത്തിരിക്കുന്നു. P and Q, a path which requires the least time will be chosen. When a light ray travels between 2 points P and Q, a path which requires the least time will be chosen by it. ഇതാണ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം. When a light ray travels from one point to another, out of all possible paths, it choose the path which requires the least time. Okay, it is the Fermat's principle. ഇനി നമുക്ക് ഈ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ നമുക്ക് മാത്തമാറ്റിക്കലി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കി രണ്ട് പോയിന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഒരു ഹോമോജീനിയസ് മീഡിയത്തിലുള്ള, ഹോമോജീനിയസ് മീഡിയം എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി എല്ലായിടത്തും യൂണിഫോം ആയിട്ടുള്ളൊരു മീഡിയം. അപ്പോൾ അങ്ങനെ ഒരു മീഡിയം, ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ അങ്ങനെ ഒരു മീഡിയത്തിൽ രണ്ട് പോയിന്റുകളാണ്, പി എന്ന് പറയുന്നൊരു പോയിന്റും ക്യൂ എന്ന് പറയുന്നൊരു പോയിന്റും. പിയിൽ നിന്ന് ക്യൂവിലേക്ക് ലൈറ്റിന് മൂവ് ചെയ്യണം, ട്രാവൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലേ ഒരുപാട് പാത്തുകൾ പോസിബിൾ ആണ്. ഏത് പാത്താണ് അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സപ്പോസ് ഇവിടെ ഒരുപാട് പാത്തുകളുണ്ട്. ഓക്കെ, ഒരുപാട് പാത്തുകളുണ്ട്. അപ്പോൾ അതിൽ ലീസ്റ്റ് ടൈം പാത്ത് എന്ന് പറയുന്നത് ഈ പാത്താണെന്ന് കരുതുക. ഇവിടെ ബി എന്ന് പറയുന്നൊരു പാത്തുണ്ട്, സി എന്ന് പറയുന്നൊരു പാത്തുണ്ട് അല്ലേ. ഈ സി എന്ന് പറയുന്ന പാത്താണ് ഇവിടെ ലീസ്റ്റ് ടൈം പാത്ത്. ഹോമോജീനിയസ് മീഡിയ ആണ്. അപ്പോൾ നോക്കി നോക്കുക, ഇത് ബി എന്ന് പറയുന്ന പാത്ത് തന്നെയാണ് ഇവിടുത്തെ ലീസ്റ്റ് ടൈം പാത്ത് എന്ന് കരുതുക. അപ്പോൾ അതിലെ ഒരു എലമെൻ്ററി ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്, ഡി എൽ. ഓക്കെ, പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള ആകെയുള്ള ദൂരം എൽ ആണ്. ഈ പാത്തിലൂടെ, ബി എന്ന് പറയുന്ന പാത്തിലൂടെ പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ് അല്ലേ. പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയാണ്, അതിൽ ചെറിയൊരു എലമെൻ്ററി ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്തു. അത് എത്രയാണ്? ഡി എൽ. ഓക്കെ, അപ്പോൾ ഇൻ ദ പാത്ത് ബി വി കൺസിഡർ ആൻ എലമെൻ്ററി ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എൽ. ഓക്കെ, ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി അല്ലേ, പിന്നെ എന്താ പറയുക, അത് വാക്വം അല്ല, വാക്വത്തിലൂടെ ലൈറ്റിൻ്റെ വെലോസിറ്റി സി ആണ്. ഇത് മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളൊരു മീഡിയ ആണ്. അപ്പോൾ അതിലൂടെയുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റിയെ ഞാൻ വി എന്ന് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, വി ആണ് ഇവിടെ വെലോസിറ്റി. അപ്പോൾ നോക്കുക, ഈ ഡി എൽ എന്ന് പറയുന്ന എലമെൻ്ററി ലെങ്ത്ത്, അതിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി വി ആണെങ്കിൽ ഈ ഡി എൽ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് എടുക്കുന്ന ടൈം നമുക്ക് കണ്ടുപിടിക്കണം. ആ ടൈമിനെ ഞാൻ ഡി ടി എന്ന് കൊടുത്തു. ഓക്കെ, ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ഡിസ്റ്റൻസ്, കവർ ദ ഡിസ്റ്റൻസ് ഡി എൽ ഈസ് ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ വി അല്ലേ. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണല്ലോ വരിക. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പോൾ ഡി ടി ഇസ് ഈക്വൽ ടു എന്ത് വന്നു? ഡി എൽ ബൈ വി എന്ന് വന്നു. ഓക്കെ, ഇനി നോക്കി നോക്കി, നമുക്ക് ടോട്ടൽ ടൈം ടേക്കൺ ടു കവർ ദ ഡിസ്റ്റൻസ് എൽ ഓർ ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ ട്രാവലിംഗ് ഓഫ് ലൈറ്റ് ഫ്രം പി ടു ക്യൂ, പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള ആ ഡിസ്റ്റൻസ് മൊത്തം കവർ ചെയ്യാൻ അതെടുക്കുന്ന ടൈമിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ടി എന്ന് കൊടുക്കുകയാണ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഡി ടി എ അല്ലെ, ഡി ടി എന്ന് പറയുന്നത് ഡി എൽ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ആ ഡി ടി എ നമ്മൾ എന്ത് ചെയ്താൽ മതി? പി ടു ക്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. കുറേ ഡി എല്ലുകൾ ചേർന്നിട്ടാണ് എൽ ഉണ്ടാവുന്നത്. ആ ഡി എൽ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഡി ടി എങ്കിൽ അങ്ങനത്തെ കുറേ ഡി ടികൾ അല്ലേ, പി മുതൽ ക്യൂ വരെ അങ്ങനെ ഡി ടികൾ ചേർന്നിട്ടാണ് പി മുതൽ ക്യൂ വരെ ആ ട്രാവലിംഗ് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടോട്ടൽ ടൈം ടി ഉണ്ടാവുന്നത്. അപ്പോൾ ടി കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ പി ടു ക്യൂ ഡി ടി ചെയ്താൽ മതി. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ പി ടു ക്യൂ ഡി ടി. ഡി ടി എത്രയാണ് ഇവിടെ? ഡി എൽ ബൈ വി ആണ്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടി ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ ജേർണി ഫ്രം പി ടു ക്യൂ ബൈ ദ ലൈറ്റ് വിൽ ബി ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ പി ടു ക്യൂ ഡി എൽ ബൈ വി എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കി നോക്ക്, നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. മ്യൂ ഈസ് ഈക്വൽ ടു സി ബൈ വി ആണ്. റേഷ്യോ ഓഫ്
വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ മ്യൂ is equal to C/V ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വി എന്ത് കിട്ടും? വീനെ അങ്ങോട്ട് കൊണ്ടുവരിക, മ്യൂനെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ വി is equal to എന്ത് വരും? C/μ. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദിസ് മീഡിയം ഹാവിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഈസ് V is equal to C/μ എന്ന് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നൗ ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1. ഓക്കെ, ഈ 2 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് 1ലെ വിയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുക? C/μ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ 1 എങ്ങനെയായിട്ട് മാറും? T is equal to ഇൻ്റഗ്രൽ P to Q dl by വിയുടെ സ്ഥാനത്ത് C/μ. ഓക്കെ, അങ്ങനെയായി. ഈ മ്യൂനെ നമുക്ക് ന്യൂമറേറ്റർ പാർട്ടിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? T is equal to ഇൻ്റഗ്രൽ P to Q mu dl by C എന്ന് കിട്ടി. ഓക്കെ, ടൈം ടേക്കൺ ബൈ ദ ലൈറ്റ് ടു റീച്ച് അറ്റ് Q ഫ്രം P. ഓക്കെ, ദാറ്റ് ഈസ് T is equal to ഇൻ്റഗ്രൽ P to Q mu dl by C. ഇവിടെ ഇൻ്റഗ്രൽ P to Q mu dl എന്ന് പറയുന്ന സംഗതിയാണ് ഇവിടെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കി നോക്ക്, സാധാരണ നമ്മൾ അളക്കുന്ന ദൂരം നമ്മൾ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് എന്നാ പറയുക. അത് എത്രയാണ് വരുന്നത്? ഇവിടെ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് എത്രയാണ്? L ആണ് അല്ലേ? ഹിയർ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു P മുതൽ Q വരെയുള്ള ദൂരം എന്ന് പറയുന്നത് L ആണ്. അത് ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് ആണ്. അപ്പോൾ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് ഈസ് L ഹിയർ. ആ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ P to Q dl ആണ്. L എന്ന് പറയുന്നത് എന്താ വരിക? ഇൻ്റഗ്രൽ P to Q dl. dlനെ P മുതൽ Q വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തതായിരിക്കും L. അപ്പോൾ ഇൻ്റഗ്രൽ P to Q dl ആണ്. നോക്കുക, ഇൻ്റഗ്രൽ P to Q dl ആണ് എന്ത്? ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്. അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്? മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് എന്ത്? ഇൻ്റഗ്രൽ P to Q mu dl. ഇൻ്റഗ്രൽ P to Q mu dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ഇൻറ്റു ഇൻ്റഗ്രൽ P to Q dl ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂ ഇൻറ്റു ഇൻ്റഗ്രൽ P to Q dl എന്ന് പറയുന്നത് L ആണ്. മ്യൂ ഇൻറ്റു L ആണ്. ഓക്കെ, മ്യൂ ഇൻറ്റു L എന്താണ്? ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്. അപ്പോൾ മ്യൂ ഇൻറ്റു ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ P to Q mu dl, ദാറ്റ് ഈസ് മ്യൂ ഇൻറ്റു ഇൻ്റഗ്രൽ P to Q dl, ദാറ്റ് ഈസ് മ്യൂ ഇൻറ്റു L. മ്യൂ ഇൻറ്റു geometrical path length, refractive index into geometrical path length, that is optical path length here. Okay, അപ്പോൾ നമ്മൾ integral P to Q mu dl is equal to delta എന്ന് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ optical path length ആണ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, integral P to Q mu dl ന്റെ സ്ഥാനത്ത് നമ്മൾ ഡെൽറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി? T is equal to delta by C. ഓക്കെ, T is equal to delta by C. നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഫെർമാറ്റ്സ് പ്രിൻസിപ്പലിന്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു, when light traveling from one point to another point, out of all possible paths, it choose the path which requires the least time or minimum time. അല്ലേ, മിനിമം ടൈം ഉള്ള പാത്താണ് ഇത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നോക്ക്, ഈ പിയിൽ നിന്ന് ക്യൂയിലേക്ക് അല്ലേ, പിയിൽ നിന്ന് ക്യൂയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് ചൂസ് ചെയ്യുന്ന പാത്തിൽ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ടി ഈസ് ഈക്വൽ ടു ടി മിനിമം ആയിരിക്കും. ടി മിനിമം ആവണമെങ്കിൽ ഈ ഡെൽറ്റയും എന്താവണം? സി കോൺസ്റ്റന്റ് ആണ്. ടി മിനിമം ആവണമെങ്കിൽ ഡെൽറ്റയും എന്താവണം? മിനിമം ആവണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഡെൽറ്റ, അപ്പോൾ നമുക്ക് ഫെർമാറ്റ്സ് പ്രിൻസിപ്പലിന്റെ ഡെഫിനിഷൻ ഒന്ന് വേണമെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. ഔട്ട് ഓഫ് ഓൾ പോസിബിൾ പാത്ത്സ് ഇറ്റ് ചൂസ് എ പാത്ത് വിച്ച് റിക്വയേഴ്സ് ദ, അല്ലെങ്കിൽ വിച്ച് വിൽ ബി ദ പാത്ത് ഓഫ് ലീസ്റ്റ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. ടി മിനിമം ആവണമെങ്കിൽ ഡെൽറ്റ മിനിമം ആവണം. അപ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് മിനിമം ആയിട്ടുള്ള പാത്താണ് എപ്പോഴും ലൈറ്റ് ചൂസ് ചെയ്യുക. അങ്ങനെയും നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ ഡെഫിനിഷൻ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം. രണ്ട് രീതിയിൽ നമുക്ക് ഡെഫിനിഷനായി, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാം. ഒന്ന്, when a light ray travels from one point to another point, out of all possible paths, it choose such a path in which time taken is minimum. അല്ലെങ്കിൽ when light travels from one point to another point, out of all possible paths, it choose a path in which optical path length is minimum. Okay, time taken minimum ആവുന്ന പാത്ത് എന്നും പറയാം, ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് മിനിമം ആവുന്ന, ഒരിക്കലും ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് മിനിമം ആവുന്ന പാത്ത് എന്ന് പറയാൻ പാടില്ല. അത് തെറ്റാണ് അല്ലേ. ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് മിനിമം ആവുന്ന പാത്തല്ല, ഒന്നില്ലെങ്കിൽ ടൈം ടേക്കൺ മിനിമം ആവുന്ന പാത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് മിനിമം ആവുന്ന പാത്ത്. ഈ രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്തും ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കുക. ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് is equal to റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഇൻറ്റു ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ മാത്തമാറ്റിക്കലി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്തമാറ്റിക്കൽ
എക്സ്പ്രഷൻ ഓഫ് ദ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ, ടിയും ഡെൽറ്റയും മിനിമം ആവുന്ന പാത്താണ് ലൈറ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു സംഗതിയെ അല്ലെ മിനിമത്തിനെ അല്ലെങ്കിൽ മാക്സിമത്തിനൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. മിനിമം വാല്യൂവിനെയും മാക്സിമം വാല്യൂവിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി നോക്ക്, ടി മിനിമം ആണെങ്കിൽ dt/ds അല്ലെ, എസ് എന്ന് പറയുന്നത് ഒരു പിന്നെ പാത്ത് ലെങ്ത് ആണെന്ന് കരുത്, എലമെന്ററി പാത്ത് ലെങ്ത് ആണ്. നമ്മൾ DL എന്ന് കൊടുത്തതിന് നമ്മൾ DS എന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ dt/ds is equal to 0, d∆/ds is equal to 0 അല്ലേ. ഈ റിലേഷൻസ് സാറ്റിസ്ഫൈഡ് ആവുന്ന പാത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൈറ്റ് ചൂസ് ചെയ്യുന്നതെന്നുള്ള. കാരണം ടി മിനിമം ആവുമ്പോൾ മാത്രമാണ്, മിനിമോ അല്ലെങ്കിൽ മാക്സിമം ഒക്കെ ആവുന്ന സമയത്താണ്. ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈമിൽ ടി മിനിമാണ്. അപ്പോൾ ടി മിനിമം ആവുമ്പോൾ dt∞/ds അല്ലെ, മിനിമം വാല്യൂവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0 ആണ്. അല്ലെങ്കിൽ d∆/ds അല്ലെ, ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് മിനിമം ആവുന്ന പാത്താണ്. അപ്പോൾ d∆min/ds is equal to 0. അപ്പോൾ ഈ ഇക്വേഷൻസ് അല്ലെ, ഈ സാറ്റിസ്ഫൈ ചെയ്യുന്ന പാത്തുകളാണ് ലൈറ്റ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. dt/ds is equal to 0, d∆/ds is equal to 0 or d∆/ds is equal to 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന പാത്തുകളാണ് ലൈറ്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം. അടുത്തതായിട്ട് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത്. ഓക്കെ, ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് ഓർ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേഷനറി ടൈം, ഇതാണ് നമ്മൾ പറയണത്. നമ്മൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്തു. വെൻ ലൈറ്റ് ട്രാവലിംഗ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഔട്ട് ഓഫ് ഓൾ പോസിബിൾ പാത്ത്സ് ഇറ്റ് ചൂസ് എ പാത്ത് ഇൻ വിച്ച് ടൈം ടേക്കൺ ഈസ് മിനിമം. ഓക്കെ, ടൈം ടേക്കൺ മിനിമം ആയിട്ടുള്ള പാത്താണ് എപ്പോഴും അത് ചൂസ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ലൈറ്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ടൈം ടേക്കൺ മിനിമം ആയിട്ടുള്ള പാത്ത്, ലീസ്റ്റ് ടൈം പാത്താണ് ചൂസ് ചെയ്യുക എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ചില ഒപ്റ്റിക്കൽ ഡിവൈസസ് കൺസിഡർ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ എലിപ്റ്റിക്കൽ റിഫ്ലക്ടർ എന്ന് പറയുന്ന ഡിവൈസ് കൺസിഡർ ചെയ്യുക. എലിപ്റ്റിക്കൽ റിഫ്ലക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിൽ AB എന്ന് പറയുന്ന 2 പോയിന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഒരുപാട് പാത്തുകൾ അവൈലബിൾ ആണ്. ആ പാത്തുകളിൽ ഏത് പാത്ത് കൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും എടുക്കുന്ന ടൈം എന്തായിരിക്കും? ആ ട്രാവലിംഗ് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാത്തിലും ടൈം ഈക്വൽ ആണ് എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് പാത്ത് വേണമെങ്കിലും അതിനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേഷനറി പാത്ത് എന്ന് പറയും. ആ പാത്തുകളൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ഒരേ ടൈമാണ് എടുക്കുന്നത് എല്ലാ പാത്തിലൂടെയെങ്കിലും ആ പാത്തുകൾ നമുക്ക് സ്റ്റേഷനറി പാത്ത് എന്ന് വിളിക്കാം. അപ്പോൾ അത് ചൂസ് ചെയ്യുന്ന പാത്തുകൾ സ്റ്റേഷനറി ടൈം പാത്താണ് അത് ചൂസ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ എലിപ്റ്റിക്കൽ റിഫ്ലക്ടറിൽ ലൈറ്റ് ചൂസ് ചെയ്യുന്നത് സ്റ്റേഷനറി ടൈം പാത്താണ്. ഏത് പാത്ത് വേണം ചൂസ് ചെയ്യാം, എല്ലാറ്റിലും എടുക്കുന്ന ടൈം ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഇനി സ്പെറിക്കൽ റിഫ്ലക്ടറിൽ നോക്കി നോക്ക്. സ്പെറിക്കൽ റിഫ്ലക്ടറിൽ AB എന്ന് പറയുന്ന 2 പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിൻ്റെ ഇടയിൽ പല പാത്തുകളിലൂടെ ട്രാവൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ഒരു പാത്ത് എന്തായിരിക്കും? മിനിമം ടൈം എടുക്കുന്ന പാത്ത് ഉണ്ടായിരിക്കും, മാക്സിമം ടൈം എടുക്കുന്ന പാത്ത് ഉണ്ടായിരിക്കും അല്ലേ. ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം പ്രകാരം അത് ലീസ്റ്റ് ടൈം പാത്താണ് ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഈ സ്പെറിക്കൽ റിഫ്ലക്ടറിനകത്ത് മാക്സിമം ടൈം എടുക്കുന്ന പാത്താണ് നമ്മുടെ ലൈറ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം ഇവിടെ ശരിയാവുന്നില്ല. കാരണം ലീസ്റ്റ് ടൈം പാത്ത് അല്ല അത് ചൂസ് ചെയ്യുന്നത്, പിന്നെയോ മാക്സിമം ടൈം പാത്താണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എലിപ്റ്റിക്കൽ റിഫ്ലക്ടറിനെയും സ്പെറിക്കൽ റിഫ്ലക്ടറിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം ഒന്ന് എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം. അങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളാണ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് ഓർ സ്റ്റേഷനറി ടൈം. ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് ഓർ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേഷനറി ടൈം. എന്താ അതിൽ പറയുന്നത്? എ ലൈറ്റ് ട്രാവലിംഗ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് വിൽ ട്രാവേഴ്സ് എ പാത്ത് ഫോർ വിച്ച് കമ്പയർഡ് ടു ഓൾ നൈബറിംഗ് പാത്ത്സ് ദ ടൈം റിക്വയർഡ് ഈസ് മിനിമം എന്ന് ഇതിലുണ്ടായിരുന്നുള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈമിലുണ്ടായിരുന്നുള്ളൂ. ടൈം റിക്വയർഡ് ഈസ് മിനിമം ഓർ മാക്സിമം ഓർ സ്റ്റേഷനറി, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ടൈം റിക്വയർഡ് മിനിമം ആയ പാത്താവാം, അല്ലെങ്കിൽ മാക്സിമം ആയിട്ടുള്ള പാത്താവാം, അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള പാത്തായിരിക്കാം. കാരണം സ്പെറിക്കൽ റിഫ്ലക്ടറിൽ മാക്സിമം ടൈം എടുക്കുന്ന പാത്താണ്, ഇവിടെ എലിപ്റ്റിക്കൽ റിഫ്ലക്ടറിനകത്ത് സ്റ്റേഷനറി ടൈം എടുക്കുന്ന പാത്താണ്. നമ്മൾ നേരത്തെ കണ്ട കേസിൽ മിനിമം ടൈം എടുക്കുന്ന പാത്താണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ മാറ്റി എഴുതാം. എ ലൈറ്റ് ട്രാവലിംഗ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് വിൽ ട്രാവേഴ്സ് എ പാത്ത് ഫോർ വിച്ച് കമ്പയർഡ് ടു ഓൾ നൈബറിംഗ് പാത്ത്സ് ദ ടൈം റിക്വയർഡ് ഈസ് മിനിമം ഓർ മാക്സിമം ഓർ സ്റ്റേഷനറി. ഇതാണ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.